ഇന്ത്യയെ ആഗോള കായിക ശക്തികേന്ദ്രമാക്കാൻ ലക്ഷ്യമിടുന്ന ദേശീയ കായിക നയം 2025 അഥവാ ഖേലോ ഭാരത് നീതിക്ക് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. 2001 ദേശീയ കായിക നയത്തിന് പകരമാണ് പുതിയ നയം. രാജ്യത്തിന്റെ കായിക മേഖലയെ പുനർരൂപകൽപ്പന ചെയ്യാനും കായിക വിനോദങ്ങളിലൂടെ പൗരന്മാരെ ശാക്തീകരിക്കാനുമുള്ള ഉദ്യമമാണിതെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. ग्रामीण क्षेत्रों में जो टैलेंट है उसको एक सिस्टमेटिक तरीके से आगे लाने का प्रयास किया. उसी कड़ी में ये आज स्पोर्ट्स की पॉलिसी खेलो भारत नीति बनी. मेजर ऑब्जेक्टिव रहेगा कैसे भारत 2047 तक टॉप 5 स्पोर्टिंग नेशंस में गिनती हो भारत की. सेकेंड रहेगा पीपल्स मूवमेंट पर, फिटनेस के साथ जुड़े, हमारे एजुकेशन पॉलिसी के साथ इसका अलाइनमेंट हो, इकोनॉमिक डेवलपमेंट के साथ जुड़े स्पोर्ट्स, सोशल डेवलपमेंट, समाज के सभी वर्गों को इससे लाभ मिले. इन सब को ध्यान में रखते हुए ये खेलो भारत नीति बनी. 5 പ്രധാന സ്തംഭങ്ങളിൽ അധിഷ്ഠിതമാണ് പുതിയ നയം. സ്പോർട്സ് സ്കൂൾ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തി കായിക വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുന്നതിനും അവബോധം വളർത്തുന്നതിനും അധ്യാപകർക്കും കായികാധ്യാപകർക്കും പ്രത്യേക പരിശീലനം നൽകും. ആഗോളതലത്തിലെ മികവിനായി കായിക പ്രകടനം മെച്ചപ്പെടുത്താൻ സ്പോർട്സ് സയൻസ്, സ്പോർട്സ് മെഡിസിൻ, സാങ്കേതിക വിദ്യ എന്നിവ സ്വീകരിക്കുന്നത് പ്രോത്സാഹിപ്പിക്കും. കായികരംഗം സാമ്പത്തിക വികസനത്തിന് എന്ന നിലയിൽ കായിക ടൂറിസം വളർത്തും. കായിക ഉൽപ്പന്ന നിർമ്മാണ മേഖല ശക്തിപ്പെടുത്തും. പൊതു സ്വകാര്യ പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കും. കായികം സാമൂഹിക വികസനത്തിന് എന്ന ആശയത്തിന് കീഴിൽ കരുതൽ വേണ്ട വിഭാഗങ്ങൾക്കിടയിൽ പ്രത്യേക പരിപാടികളിലൂടെ കായിക പങ്കാളിത്തം ഉയർത്തും. ഒരു ജനകീയ പ്രസ്ഥാനം എന്ന നിലയിലുള്ള കായിക വിനോദത്തെ പരിവർത്തനം ചെയ്യുന്നതിനായി രാജ്യവ്യാപകമായ പ്രചരണങ്ങൾക്കും കമ്മ്യൂണിറ്റി അധിഷ്ഠിത പരിപാടികൾക്കും ഊന്നൽ നൽകും. 2036 ഒളിമ്പിക്സ് സാന്നിധ്യം ഉറപ്പിക്കാൻ പാകത്തിൽ രാജ്യത്തെ കായിക രംഗത്തെ അടിമുടി മാറ്റുന്നതാണ് പുതിയ നയം. ഘടനാപരമായ കാഴ്ചപ്പാടും ഭാവിയിലേക്കുള്ള തന്ത്രവും ഉപയോഗിച്ച് ആരോഗ്യവാന്മാരും സജീവ പങ്കാളിത്തമുള്ളവരും ശാക്തീകരിക്കപ്പെട്ടവരുമായ പൗരന്മാരെ സൃഷ്ടിക്കാൻ ഉതകുന്നതാണ് ദേശീയ കായിക നയം 2025. ഇതിലൂടെ ആഗോളതലത്തിൽ ഒരു മുൻനിര കായിക രാഷ്ട്രമായി മാറുന്നതിനുള്ള പരിവർത്തന പാതയിലേക്ക് ഇന്ത്യ സജ്ജമാവുകയാണ്.